എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റിയും ഹെൽത്തിയും ഒരു ഫുഡ് ഉണ്ടാക്കാൻ പോണതാണ്. അതൊക്കെ വേണ്ട സാധനങ്ങൾ നമ്മൾ നോക്കാം. വേണ്ട സാധനങ്ങളാണ് ഗോതമ്പ് പൊടി, വേവിച്ച ബീറ്റ്റൂട്ടിന്റെ വെള്ളം. ഇനി നമ്മൾ ഇത് അടിക്കാം. ബീറ്റ്റൂട്ട് അടിച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങനെയാണ് ബീറ്റ്റൂട്ട് പൂരി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളെ ഉമ്മച്ചിനെ നോക്കാം ബാക്കി കാര്യങ്ങൾ. ബീറ്റ്റൂട്ടും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തതാണ്. ആവശ്യത്തിന് നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ വെള്ളം ഒഴിക്കരുത്. ബീറ്റ്റൂട്ട് നമ്മൾ വേവിച്ച വെള്ളം അത് ഒഴിച്ചിട്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെയാണ് കുഴക്കേണ്ടത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചതാണ്. നമുക്ക് നല്ല ക്രിസ്പി വേണമെന്നുണ്ടെങ്കിൽ റവ കൂട്ടിയാൽ ഒന്നും കൂടെ ക്രിസ്പി ആവും. പക്ഷെ ഞാൻ റവയൊന്നും കൂട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ടേസ്റ്റ് ആണ്. അപ്പോൾ ഓരോ ഉരുളകളാക്കി നമുക്കിത് പരത്തിയെടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതെല്ലാം പരത്തിയെടുത്ത് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഈ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാ. നല്ല ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇങ്ങനെ ഓരോ പൊടിയും നമുക്ക് ചുട്ടെടുക്കാം. ക്രിസ്പിയായ പൂരി ഇതാ നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ടേസ്റ്റ് നോക്കാം. സൂപ്പറാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ബെല്ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.